പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്നൊന്നും പഠിക്കുന്നില്ലയോ എന്നൊരു സംശയം. കാരണം ഇപ്പോഴും കൊമ്പ് കോർക്കാനായിട്ട് തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് പതനത്തിന് മേൽ പതനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പട്ടിണിയും പരിവട്ടവുമായി മാറും പാകിസ്ഥാൻ. അതെ, അങ്ങനെയൊക്കെ മാറുന്നെങ്കിലും പഠിക്കുകയില്ല, പാഠം പഠിക്കുകയില്ല, ഉൾക്കൊള്ളുകയില്ല. ചാവേറ് നീറ് എന്നൊക്കെ പറയുന്ന പോലൊരു രാജ്യമാണ്. നീറെന്ന് പറഞ്ഞാൽ കടിച്ചു ചാവുന്ന വരെ അത് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. അതിനെ അടിച്ചു കൊല്ലുന്ന വരെ അവൻ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. അതിലൊരു സ്വഭാവമാണ്. എന്തായാലും നശിക്കാൻ പോകുന്നു. വണ്ടേനെയും കെടുത്തുന്നു, ദീപവും കെടുത്തുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ സമാധാനം കൂടെ നശിപ്പിച്ചിട്ടേ അത് പോകുന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ നോക്കൂ, പാകിസ്ഥാനിലിപ്പോൾ അവരുടെ സൈനിക മേധാവി അദ്ദേഹമാണ് ഇൻസിൻഡിയറി സ്പീച്ച് നടത്തിക്കൊണ്ട്, അതായത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്പീച്ച് അവിടെ നടത്തിക്കൊണ്ട്, ഒരിക്കലും ഒരു സൈനിക മേധാവി ചെയ്യാൻ പാടില്ലാത്ത അധാർമികമായൊരു പ്രസംഗം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ വേറെയാണ്, നമ്മൾ ജമ്മു കാശ്മീർ പിടിക്കും, അതുപോലെ തന്നെ നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മൾ പള്ളി സ്ഥാപിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നഗ്നമായ ലംഘനം. ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യം അവരെ അവകാശപ്പെടുന്ന സ്ഥലമാണെന്നെങ്കിലും പറയാം, നെഹ്റു അതിനെ അവർക്ക് വഴിയിട്ട് കൊടുത്തല്ലോ. പക്ഷേ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കാര്യം പറയാൻ അവകാശം എന്താണത്? അവിടെ ഞങ്ങൾ വീണ്ടും പള്ളി സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ് വർഗീയ വിഷം ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ആ മഹാൻ ഇപ്പോൾ ഇവിടെ ഒരു സൈനിക എക്സർസൈസ് നടക്കുമ്പോൾ, സൈനികമായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് സൈനിക മേധാവിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച ആൾക്കാരാണ്. ഇവിടെ ഒരു വാക്ക് പാകിസ്ഥാനിൽ അങ്ങനെ പട്ടാളത്തിനാണ് അധികാര കേന്ദ്രം, പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഇല്ല. എവിടെ അദ്ദേഹത്തിനെ കാണാനില്ല, മുങ്ങി. ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവിടെ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ അറിയുന്നത് അദ്ദേഹം അറസ്റ്റിലായി എന്നാണ് പറയുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന്, ഇത്രയും വലിയ മതസ്നേഹം കാണിച്ചിട്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. എങ്കിൽ നല്ല കാര്യം തന്നെ. രാജ്യദ്രോഹമല്ല, ലോകദ്രോഹമാണ് ചെയ്തത്. ഭീകരന്മാർക്ക് വളമിട്ട് കൊടുക്കുകയായി. അദ്ദേഹത്തിനെ കാണാനില്ല. പ്രധാനമന്ത്രി മുങ്ങി എവിടുത്തെ, അതായത് ഷഹബാസ് ഷെറീഫ്, അദ്ദേഹം മുങ്ങിയിരിക്കുക, അദ്ദേഹത്തെ കാണാനില്ല. വലിയ വീരവാദങ്ങളൊക്കെ അടിച്ച ബനാവൽ ഭൂട്ടോ അനക്കമില്ലിപ്പോൾ, ആസ് ഗുഡ് ആസ് ഡെഡ്. ഒരു ശബ്ദവുമില്ല. വീരവാദങ്ങളൊക്കെ മുഴക്കിയിരുന്ന ഒരു ഒറ്റയാളിനെ ഇപ്പോൾ കാണാനില്ല. നമ്മൾ ന്യൂക്ലിയർ ബട്ടൺ അമർത്തിക്കളയും എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പാനിക് ബട്ടൺ അമർത്തുക, SOS വിളിക്കുക, ഞങ്ങളെ ആരെങ്കിലും വന്ന് രക്ഷിക്കൂ, ഒരാളും കേൾക്കുന്നില്ല. നടുക്കടലിൽ മുങ്ങിയ ഒരു കപ്പലിൻ്റെ അവസ്ഥയിലാണ് ഇന്ന് പാകിസ്ഥാൻ. അതിനൊരു ക്യാപ്റ്റനില്ല, കപ്പിത്താനില്ല. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ അപകടം കുറയുന്നില്ല. കപ്പലിൽ നിന്ന് അവർ ഓൺ ചെയ്ത് വിടുന്ന ഈ മിസൈലുകളും അതുപോലെ ഡ്രോണുകളും എല്ലാം നാനാഭാഗത്തേക്കും ലക്ഷ്യമില്ലാതെ പറക്കുക. അതെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു വൻകടലായിട്ട് ഇന്ത്യ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാര്യം ശരിയാണ്. എങ്കിൽ ഇതിനൊക്കെ ഒരു അന്തം വേണ്ടി, ഒരു മര്യാദ വേണ്ടി, അന്താരാഷ്ട്ര മര്യാദകൾ വേണ്ടി. അതൊന്നും പാലിക്കാതെ നാഥനില്ലാത്ത ഒരു രാഷ്ട്രം പ്രവർത്തിക്കുമ്പോൾ ഒരു ഭ്രാന്തൻ രാഷ്ട്രമായിട്ട് അത് മാറുക. ഭ്രാന്തൻ എന്ന് പറയുന്ന സമൂഹത്തിന് വലിയ അപകടം. അവന് ബോധമില്ല. നിയമത്തെക്കുറിച്ച് ഉള്ള ബോധമുണ്ടെങ്കിൽ മാത്രമല്ലോ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഇതെല്ലാം പറഞ്ഞൊരു ഭ്രാന്തനെ പോലെ ഭ്രാന്തമായിട്ട് മതഭ്രാന്ത് അവർക്ക് നേരത്തെ ഉണ്ട്, ഇപ്പോൾ ഭ്രാന്തമായിട്ട് പെരുമാറുകയും ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഒരു ഉദാഹരണത്തിന് അവിടെ വക്താക്കളായിട്ട് പോലും ആരുമില്ല. സോഷ്യൽ മീഡിയ ഇപ്പോൾ വക്താവ്. അവിടെ നമ്മുടെ വിമാനം തകർത്തു എന്ന് പറഞ്ഞ് അതിൻ്റെ CNN പ്രതിനിധി ചോദിച്ചു, എവിടെ നിങ്ങളുടെ വിമാനം തകർത്തതിൻ്റെ തെളിവെന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കൂ, അദ്ദേഹത്തിന് കൊടുക്കാൻ തെളിവുകളൊന്നുമില്ല. അതേസമയം നമ്മുടെ പട്ടാളക്കാരികൾ, സൗഫിയ ഖുറേഷി എന്ന് പറയുന്ന അഭിമാനി ആയിട്ടുള്ള ഇന്ത്യൻ മുസ്ലിം ഉൾപ്പെടെ, ഗുജറാത്തുകാരി, വഡോദരക്കാരി, ഫോട്ടോകൾ സഹിതം കാണിച്ചു കൊടുത്തു. ഏതൊക്കെയാണ് ഞങ്ങൾ തകർത്തത്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്ന കുൽസിത ഭീകര പ്രവൃത്തികൾ, നല്ല തെളിവ് സഹിതമാണ് നമ്മൾ കാണിച്ചു കൊടുത്തത് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യവും അസത്യവും എല്ലാം കൂടെ ചേർന്നൊരു ഫീൽഡാണ്. അദ്ദേഹത്തിന് അറിയാൻ വയ്യയില്ല. സോഷ്യൽ മീഡിയയിൽ ഈ CNN നോക്കിയപ്പോൾ കണ്ടത് MiG-21 വിമാനങ്ങൾ വണ്ടങ്ങാണ്ട് അതിർത്തിയിൽ പരിശീലന പറക്കലിനിടയിൽ തകർന്നു വീണ്. ആരും വെടിവെച്ചിട്ടതല്ല. പല സ്ഥലങ്ങളിലും MiG വിമാനങ്ങൾ ഇങ്ങനെ തീരുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ച റഫാൽ വിമാനങ്ങളാണ്. ഒറ്റ റഫാൽ വിമാനത്തിൻ്റെ ഒരു ചിറകിൽ പോലും തൊടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. അത്ര അത്യന്താധുനികമാണത്. ഇവർ പക്ഷേ ഒരു ഇസ്ലാമിക രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഇപ്പോൾ രക്ഷയില്ലാതെ വരും. ഞങ്ങളുടെ മതസ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആഗോള മുസ്ലിമിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി ഒരൊറ്റ രാജ്യം അനുകൂലമായിട്ട്
ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാൻ പറ്റുകയില്ല. നശിച്ച ഒരു രാജ്യമാണ്, ഒരു തെമ്മാടി രാജ്യമാണ്. അതിനെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറാവുകയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് ടർക്കി മാത്രം, ഒരു ചെറിയ രാജ്യം. അത്രയും പിന്നെ ആയുധ സഹായവും കൊടുത്തു നിർത്താൻ പറ്റുമോ? അതെ, ഇപ്പോൾ ഇതിൽ നിർണായകം ടർക്കി എന്നൊന്നും പറയുന്നത് ഒരു ടർക്കി കോഴിയുടെ വില പോലും ഇല്ല. ഇപ്പോൾ ഇതിൽ നിർണായകമായിട്ടുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് ഇവിടെ ഉള്ള സമയത്താണല്ലോ ഇവർ ആക്രമണം നടത്തിയത്. അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നവംബറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാറ് ഇന്ത്യയുമായിട്ടുള്ളത് ഒപ്പിടുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് ടൈമിങ്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഏറെ ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന് തെളിവ് നേരിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ലൈവായിട്ട് തന്നെ ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുകയില്ല, കാരണം ഇന്ത്യ ആ ഭീകരരെ നശിപ്പിച്ചു കൊള്ളട്ടെ, ഇന്ത്യ അതിൻ്റെ ഭീകരർക്കെതിരായിട്ടുള്ള യുദ്ധം തുടർന്നുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നോ ഇല്ല. പണ്ട് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അവർ പറഞ്ഞതെന്താ, അവരുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു. ഒരു കപ്പൽ അവർ മുക്കി, INS കുക്രി. പാകിസ്ഥാൻ മുഖ്യതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ അങ്ങനെ ഒരു കപ്പൽ മുക്കാൻ കഴിയുകയില്ല. അതിൻ്റെ ക്യാപ്റ്റൻ വെള്ളത്തിൽ സ്വയം ചാടി മരിച്ചു. കപ്പലിൽ നിന്നുള്ളവരെ പരമാവധി രക്ഷപ്പെടുത്തിയിട്ട്, അദ്ദേഹം മരിച്ചാലും കുഴപ്പമില്ല, കപ്പലിൽ നിന്നുള്ളവരെ രക്ഷപ്പെടുത്തുന്നതാണ് പിന്നെ നമ്മുടെ നാവിക ധാർമ്മികത. ഇവർ എവിടെ വരെ പോകും എന്ന് തോന്നുന്നുണ്ടോ? ആയുധങ്ങൾ തീരുന്നവരെ, ഡ്രോണുകളെല്ലാം തീരുന്നവരെ. ഇപ്പോൾ ഏതാണ്ട് തീരാറായി. ഒരു 4-5 ദിവസം ഇങ്ങനെ അയക്കാനുള്ള ഡ്രോണുകളൊക്കെ അവിടെ കാണും അകപ്പാട്. അതെല്ലാം ഇങ്ങനെ അയക്കും, നശിക്കും. അത് നല്ലതാണ് നമുക്ക്. ഭാവിയിൽ ഒരു നിരായുധമായിട്ടുള്ള ഒരു അയൽരാജ്യമായി കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ പേടിക്കണ്ടല്ലോ. ഇതെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. അവരുടെ 1 ഇഞ്ച് ഭൂമി പോലും നമുക്ക് വേണ്ട, നമുക്ക് അവകാശപ്പെട്ടത് മാത്രം മതി. അത് നമുക്ക് പിടിച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് സമാധാനമായിട്ട് അയൽപക്കത്ത് ജീവിക്കാമല്ലോ. ഇവരൊരിക്കലും ഗുണം പിടിക്കാം. സാധാരണ രീതി നമ്മൾ പറയാറുണ്ട്, നാടൻ ഭാഷയുണ്ടല്ലോ, ഗുണം പിടിക്കാൻ പോകുന്നത്. അതുപോലെ ഗുണം പിടിക്കാത്ത ഒരു രാഷ്ട്രമാണ്. ഇവർക്ക് ഈ മതതീവ്രവാദം വളർത്തണമെന്നല്ലാതെ മതവിദ്വേഷം വളർത്തണമെന്ന്, രാജ്യം നന്നാവണമെന്ന് യാതൊരു ആഗ്രഹമില്ല. അവർക്ക് ഈ മോദി പറഞ്ഞതുപോലെ വികസിത ഭാരതം എന്നൊരു ലക്ഷ്യം അവർക്കില്ല. വികസിത പാകിസ്ഥാൻ എന്നൊരു ലക്ഷ്യമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ നോക്കൂ, നീക്കിയിരിപ്പെന്ന് പറയുന്നത്, അതായത് നമ്മുടെ രാജ്യത്തുള്ള വിദേശ വ്യാപാരം വഴി നമ്മൾ സമ്പാദിച്ച തുക ഏതാണ്ട് 630 ബില്യൺ രൂപ നമുക്കുണ്ട്. പാകിസ്ഥാൻ അതേസമയം കയ്യിലൊന്നുമില്ല. ലോകബാങ്കിൻ്റെ മുമ്പിൽ 1.30 ബില്യൺ ഡോളറിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. പിച്ചച്ചട്ടിയായിട്ട് കാത്തിരിക്കുന്ന രാഷ്ട്രം. നോക്കൂ വ്യത്യാസം. അപ്പോൾ അത്രയും തുച്ഛമായ തുക വരെ കടം വാങ്ങിക്കേണ്ട ഒരു രാജ്യത്തിന് അപ്പോൾ എത്ര ആയുധം കാണും? ആയുധം വാങ്ങിക്കാൻ പൈസ ഉണ്ടോ? നമ്മൾ ഈ മിസൈൽ എന്ന് പറയുന്നത് നമ്മുടെ സുദർശനം ചക്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ടല്ലോ. വ്യോമ പ്രതിരോധ സംവിധാനം ഏത് മിസൈൽ വന്നാലും ഡ്രോൺ വന്നാലും അവൻ തട്ടും. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിച്ച എത്ര കോടിക്കാണെന്ന് പറയും? 70,000 കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതുപോലെ എന്തെങ്കിലും കുന്തം വാങ്ങിക്കാൻ അവർക്ക് ത്രാണിയുണ്ടോ? ചൈനയിൽ നിന്ന് വാങ്ങിച്ച ഒരു സിസ്റ്റമുണ്ട്, അവർ വെച്ചിട്ടുണ്ട്, റാവൽപിണ്ടി, അവരുടെ സൈനിക ആസ്ഥാനം. അതാണ് നമ്മുടെ ഒരു മിസൈൽ പോയി അതിനെ തകർത്തു നിർവീര്യമാക്കി. അത് ഒരു ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വില കുറഞ്ഞ സാധനമാണ്, ചീപ്പായിട്ടുള്ള സാധനം വെച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല. നമ്മൾ പിന്നെ കുറച്ച് മര്യാദ കാണിക്കുന്ന രാഷ്ട്രമായിട്ട്, നമ്മളൊരു റോഗ് നേഷൻ അല്ലാത്തത് അവർക്ക് അനുഗ്രഹമായി. അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് മുഴുവൻ ഭസ്മമാക്കാൻ പറ്റിയനെ. നമ്മൾ സിവിലിയന്മാരെ ടാർഗറ്റ് ചെയ്യുന്നില്ല, മിലിറ്ററിയെ ടാർഗറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ദയ നമ്മൾ കാണിക്കുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എന്നിട്ട് ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ പ്രതിനിധി ഒരുത്തൻ അവിടെ പോയിട്ട് അയ്യോ ഇതാ ജമ്മു കാശ്മീർ തകർത്തുന്നു, കാശ്മീർ തകർത്തുന്നു. ഇവൻ ഈ മൊബൈൽ നോക്കി പാകിസ്ഥാൻ്റെ TV നോക്കി പറയുകയാണെന്ന് തോന്നുന്നു. അതെല്ലാം നമ്മൾ നശിച്ചു പോകും. അവരുടെ TV ഇപ്പോഴും മോശമൊന്നുമല്ല. ഇന്ത്യ തകരുന്നു, ഇന്ത്യ തകർക്കുന്നു. ടർക്കിയുടെ പിന്നെ വാർത്താ മാധ്യമങ്ങളും അങ്ങനെയൊക്കെ പറയുന്നു, ഇന്ത്യ തകർന്നേ. ആ സ്ഥാനത്താണ് ഇന്ന് രാവിലെ ജമ്മു കാശ്മീരിൻ്റെ ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി. ഇവർ നശിച്ചു. ഈ ഏഷ്യാനെറ്റിൻ്റെ ലേഖകനൊക്കെ നശിച്ചു. ധനേഷ് രവീന്ദ്രനും ഒക്കെ നശിക്കാൻ പോകുന്നു. ഇത് കണ്ടോ എന്ന് വീണ്ടും ആവർത്തിച്ച് രാത്രി കടന്ന് ബഹളവും വെപ്രാളവും നാട്ടുകാർക്കുണ്ടാക്കിയ ആ മനുഷ്യൻ പറഞ്ഞ ഭൂമിയിൽ കൂടിയാണ് ഇന്ന് രാവിലെ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ടാക്സിയിൽ യാതൊരു വിധമായ സുരക്ഷാ വലയവുമില്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ അത്രയും പോലും വണ്ടികളില്ലാതെ സുരക്ഷിതമായിട്ട് ഓടിച്ചു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുക, ഡ്രൈവിംഗ് ടു ജമ്മു ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് പോയിരിക്കുക.
ഒളിച്ചിരിക്കുക. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി വരെ ഒളിച്ചിരിക്കുന്നിടത്ത് അവരുടെ സൈനിക മേധാവിയെ കാണാനില്ലാതെ വന്ന സ്ഥലത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവർ മിസൈലുകളും ഡ്രോണുകളും അയച്ച ഇടങ്ങളിലൂടെ നിർബാധം സഞ്ചരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ ജൈത്രയാത്ര. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.